നമസ്കാരം. ഈ കഴിഞ്ഞ 16-ാം തീയതിയാണ് PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത്. അതിനുശേഷമാണ് നമ്മൾ ഇന്നീ കാണുന്ന രീതിയിൽ CPIയുടെ എതിർപ്പും വിവാദവും ഒക്കെ ഉണ്ടാവുന്നത്. 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ ഇതേക്കുറിച്ച് CPI മന്ത്രിമാർ ചോദിച്ചിട്ടും ഒരു മറുപടിയും ഉണ്ടായില്ല. അതിന് തൊട്ട് തലേ ദിവസം PM ശ്രീ പദ്ധതി LDF ചർച്ച ചെയ്യുമെന്നും ആ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും ഒക്കെ പറഞ്ഞത് മറ്റാരുമല്ല, CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. അപ്പോൾ സർക്കാർ ഒപ്പിട്ട വിവരം അറിഞ്ഞത് ആരൊക്കെയാണ്? മന്ത്രി V ശിവൻകുട്ടി അറിഞ്ഞിരുന്നു. തങ്ങൾ ഇരുട്ടിലാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. ആരെയൊക്കെയാണ് സർക്കാർ ഇരുട്ടിൽ നിർത്തിയത്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി CPM വക്താവ് അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് VR അനൂപ്, CPIയുടെ പ്രതിനിധി ജോബിൻ ജേക്കബ്, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവർ. ആദ്യം ജോബിനിലേക്ക്. ജോബിൻ, ഇന്ന് ബിനോയ് വിശ്വം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയെ ഇരുട്ടിൽ നിർത്തിയാണ് സർക്കാർ ഇത് ഒപ്പിട്ടതെന്നാണ്. ഒന്നും പറഞ്ഞിട്ടില്ല. ഇരുട്ടിൽ നിർത്തിയെന്ന് മാത്രമല്ല, ഒപ്പിട്ട് കഴിഞ്ഞ 6 ദിവസം കഴിഞ്ഞ് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതേക്കുറിച്ച് CPI മന്ത്രിമാർ ചോദിച്ചിരുന്നു. അത് പിന്നീട് മന്ത്രി GR അനിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു, ഞങ്ങൾ ചോദിച്ചു എന്നുള്ള കാര്യം. അത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് പോലും ക്യാബിനറ്റിൽ ഈ വിവരം മന്ത്രിമാരെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതെന്ത് തരം സർക്കാരാണ് ജോബിൻ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത്. AISFുമായി ബന്ധപ്പെട്ടാണ്. തീർച്ചയായും CPIയുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. AISFന് PM ശ്രീ പദ്ധതി കേരളത്തിലേക്ക് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ലജ്ജാകരം എന്ന് മാത്രമാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. ഇന്നിവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? NEPക്കെതിരെ രാജ്യത്ത് ഉയർന്നു വന്ന വലിയ ജനാധിപത്യ മതേതര പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ് കേരളത്തിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിന് NEP PM ശ്രീയിലൂടെ നമ്മുടെ സംസ്ഥാനത്തേക്ക് NEPയെ ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുവെങ്കിൽ അതിന് കുടപിടിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഇവിടുത്തെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിന് കുടപിടിക്കുന്ന സമീപനത്തിലേക്ക് വന്നു എന്ന് വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അത് വളരെ മുന്നണിയും മറ്റ് സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ പ്രതിപാദിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിനെ സംബന്ധിച്ചെല്ലാം തന്നെ ഇവിടെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ശൈലിയും അതിൻ്റെ ഒരു രീതിയും എല്ലാം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരുന്നതായിരുന്നു. അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് മെത്തേഡ് തന്നെ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരുന്നതായിരുന്നോ എന്ന് പുനഃപരിശോധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സാഹചര്യത്തിലാണ് നമ്മൾ ബന്ധപ്പെട്ട് അത് LDFന് ചേർന്നതാണോ എന്നുള്ള ചോദ്യം പോലും വിടൂ. ഒപ്പിട്ട് 6 ദിവസം നടക്കുന്ന ക്യാബിനറ്റിൽ ഒരു നിമിഷം ഒപ്പിട്ട് 6 ദിവസത്തിന് ശേഷം നടക്കുന്ന ക്യാബിനറ്റിൽ ഈ വിവരത്തെക്കുറിച്ച് CPIയുടെ മന്ത്രിമാർ ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. അത് പിന്നെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ ഇരുട്ടിൽ നിർത്തുന്നു. ഇത് യഥാർത്ഥത്തിൽ ഏത് ജനാധിപത്യ സർക്കാർ? ഇതിനാണോ ജനാധിപത്യം? ഇത് പാർലമെന്ററി മര്യാദയിൽപ്പെട്ടതാണോ? കുറഞ്ഞ പക്ഷം നടപടിക്രമങ്ങൾ ലംഘിച്ചില്ലേ ഒരു ക്യാബിനറ്റിൽ ഇങ്ങനെയൊക്കെ നടക്കാമോ? അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ അധികരിച്ചുകൊണ്ട് അതിൽ കവിഞ്ഞുകൊണ്ടൊരു വർത്തമാനത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ വിഷയം നോക്കൂ. ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം എന്താണ്? നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ മേഖലയിലേക്ക് കേന്ദ്ര സർക്കാർ വർഗീയതയെ ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രകടമായ ഒരു സംഗതിയാണ് ഇന്ന് നമുക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒപ്പുവെക്കുന്നതിൽ ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ഏത് തരത്തിലുള്ള എഗ്രിമെന്റുകളെയും ഇവിടെ AISF നഖശികാന്തം എതിർക്കും എന്നുള്ളതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇത് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചല്ലോ, NEP നടപ്പാക്കാതെ PM ശ്രീ പദ്ധതിയെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ സാങ്കേതികത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. NEP അംഗീകരിക്കാതെ എങ്ങനെയാണ് PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ വേണ്ടി കഴിയുന്നത്? അത് നമുക്ക് വ്യക്തമാകുന്നില്ല. ഇനി ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടപ്പോൾ ഇതിനകത്ത് MOUവിൽ ഉൾപ്പെട്ടിട്ടുള്ള വസ്തുതകൾ, അതിന്റെ വ്യവസ്ഥിതികൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തോട് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ വലിയ
നമുക്ക് വലിയ കൺഫ്യൂഷനുകൾ നിൽക്കുകയാണ്. അതെല്ലാം ദൂരീകരിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ആ പൊതുസമൂഹത്തിന്റെ കൺഫ്യൂഷൻ ഞാൻ അങ്ങനെ വരാം. ശ്രീ കെ അനിൽകുമാർ 16-ാം തീയതി ആരും അറിയാതെ സർക്കാർ ഇത് ഒപ്പിടുന്നു. 16-ാം തീയതി ഒപ്പിട്ട് കഴിഞ്ഞത്, ഒപ്പിട്ട വിവരം ആർക്കും അറിയില്ല. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. അദ്ദേഹം അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. 21-ാം തീയതി 5 ദിവസം കഴിഞ്ഞ് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നു, ഈ PM ശ്രീ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ LDF-ൽ ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. 22-ാം തീയതി നടന്ന ക്യാബിനറ്റിൽ ഈ വിഷയം CPI-യുടെ മന്ത്രിമാർ ഉന്നയിക്കുന്നു. അങ്ങനെ ഉന്നയിച്ചു എന്ന വിവരം മന്ത്രി GR അനിൽ പിന്നീട് പറയുകയും ചെയ്തു. അവർക്കും ഒന്നും അറിയില്ല. ആരെ ഒളിച്ചാണ് നിങ്ങൾ ചെയ്തത്? ആരെയൊക്കെയാണ് നിങ്ങൾ ഇരുട്ടിൽ നിർത്തിയത് സർക്കാർ? കെ അനിൽകുമാർ. അല്ല, സർക്കാർ ആരെ ഇരുട്ടിൽ നിർത്തേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ ഘടകകക്ഷികളായിട്ടുള്ള CPM-നും CPI-ക്കും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ സർക്കാർ നടപ്പാക്കുന്ന, മോദി സർക്കാർ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ നയം അടിമുടി ജനാധിപത്യ വിരുദ്ധവും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തകർക്കലും ഭാഷാഭ്രാന്ത് അടിച്ചേൽപ്പിക്കുന്നതും ചരിത്ര വിരുദ്ധവും വർഗീയവൽക്കരിക്കപ്പെട്ടതുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഈ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന തരത്തിലുള്ള കടുത്ത കടന്നാക്രമണമാണ് മോദി സർക്കാർ എല്ലാ രംഗത്തും നടപ്പാക്കുന്നത് എന്ന കാര്യത്തിലും CPM-നും CPI-ക്കും രണ്ട് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നയപരമായ കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ഇല്ലതാണ്. ഇവിടെ ഉയർന്നു വന്ന വിഷയം ഭരണപരമായൊരു വിഷയമാണ്. നമ്മുടെ കേരളത്തിലെ ഓരോ വകുപ്പും അവരുടേതായി നടപ്പാക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് മന്ത്രിസഭാ തീരുമാനം ആവശ്യമുള്ള എല്ലാ കാര്യത്തിലും മന്ത്രിസഭയിൽ അംഗീകരിക്കുക എന്നതാണ് അതിന്റെ രീതി. അതിൽ ഒരു ഇഞ്ച് കേരളത്തിലെ LDF സർക്കാർ വ്യതിചലിക്കുന്നതല്ല, അല്ലെങ്കിൽ വ്യതിചലിച്ചിട്ടുമില്ല. ഇപ്പോൾ ഉയർന്നു വന്ന വിഷയം പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2-3 കൊല്ലക്കാലമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ ചെറിയ മേഖലകളിൽ കടുത്ത പ്രതിസന്ധിയാണ്. പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ നമുക്ക് അർഹതപ്പെട്ട പണം തരുന്നില്ല. ആ പണമെല്ലാം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചത് മൂലം സ്കൂളുകൾക്ക് പല പ്രതിസന്ധിയും വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും ഭിന്നശേഷി. ഞാൻ അനിൽകുമാറിലേക്ക് വരാം. അതൊന്ന് പെട്ടെന്ന് ശരിയാക്കണം. അദ്ദേഹമായിട്ടുള്ള കണക്ഷൻ വളരെ പെട്ടെന്ന് ശരിയാക്കണം. ശ്രീ VR അനൂപ്, ഇവിടെ ഒരു നിമിഷം. ശ്രീ അനിൽകുമാർ, അങ്ങ് വിശദീകരിക്കുന്നത് ശരിയാണ്. അതായത് ഭരണപരമായ തടസ്സങ്ങൾ ഉണ്ടാവുന്നു, ഫണ്ട് കിട്ടുന്നില്ല, ഇതൊക്കെ ശരിയാണ്. നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് ഇതിനെ അംഗീകരിക്കുന്നത്? PM ശ്രീയിലെ ഈ 2022 നടപ്പാക്കിയത് മുതൽ എതിർത്ത് പോകുന്ന നിങ്ങൾ 3 വർഷത്തിന് ശേഷം ഇത് അംഗീകരിക്കുമ്പോൾ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് മുമ്പത്തെ നിലപാട് ഞാനിപ്പോൾ മാറ്റിയെന്നാണ്. ആ മാറ്റാനുള്ള കാരണം എന്താണ്? വി ശിവൻകുട്ടി ആ നിലപാട് മാറ്റാൻ കാരണം എന്താണ്? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊരു CPM-ന്റെ നിലപാട് പറയുക എന്നുള്ളതല്ലേ എന്റെ ദൗത്യം. അപ്പൊ ഞാനൊന്ന് പറയട്ടെ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനോട് എൻഗേജ് ചെയ്ത അനുഭവമുണ്ട്. കേരളത്തിൽ ഇപ്പോ ഈ മോദി സർക്കാർ വന്ന ശേഷവും അതിനോട് എൻഗേജ് ചെയ്ത അനുഭവമുണ്ട്. ഓരോ മേഖലയിലും നമുക്ക് എടുക്കാം. ഇലക്ട്രിസിറ്റി മേഖലയിൽ അത് കോൺഗ്രസ് സർക്കാർ ഇരിക്കുമ്പോഴും ഇപ്പോ മോദി സർക്കാർ ഇരിക്കുമ്പോഴും ഇലക്ട്രിസിറ്റി മേഖലയിൽ എന്ത് നയമാണ്? സ്വകാര്യവൽക്കരണ നയമല്ലേ? കോൺഗ്രസിന് വല്ല മോശമുണ്ടോ? ഞങ്ങളെങ്ങനെ എൻഗേജ് ചെയ്ത്, ഞങ്ങളെങ്ങനെ KSEBയെ നിലനിർത്തിയത്? 2002 മുതൽ കേന്ദ്രവുമായി കരാർ ഒപ്പിട്ടുകൊണ്ട് തന്നെ KSEBയെ നിലനിർത്താൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കേരളത്തെ ഒരു പുതിയ മാതൃകയായിട്ട് KSEBയെ നിലനിർത്തിയില്ലേ? അപ്പൊ കേന്ദ്ര സർക്കാർ അടുത്ത പണിയായിട്ട് വരുന്നുണ്ട്. KSEBയുടെ എല്ലാ ലൈനുകളും വേണമെങ്കിൽ സ്വകാര്യ മുതലാളിക്ക് കൊടുക്കണം, പാട്ടത്തിന് കൊടുക്കണം. അപ്പൊ അതിന്റെ അടുത്ത പണി നോക്കും. നമ്മളൊരു രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരുമായി എൻഗേജ് ചെയ്യാതെ സംസ്ഥാനങ്ങൾക്കാവില്ല. ഇപ്പൊ നമുക്കിവിടെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല PM ഉഷ പദ്ധതി നടപ്പാക്കി. അതിലൊരു PM ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് 4-year ഡിഗ്രി കോഴ്സ് പോകുന്നിരിക്കുന്നു. അനിൽകുമാർ, നിങ്ങൾ പറഞ്ഞു വരുന്ന നിർബന്ധിതാവസ്ഥയിൽ ഒരു കേന്ദ്ര സർക്കാരിനോട് എൻഗേജ് ചെയ്ത് നിൽക്കണം എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിൽ ഒപ്പിടുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുമ്പ് എതിർത്തത് എന്തിനാണ്? ആ എതിർപ്പ് മാറാൻ ഇപ്പോഴുണ്ടായ മാറ്റം, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ ആ മാറ്റത്തിന് കാരണം? അത് പറയൂ. അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉറപ്പാക്കിയിട്ടുള്ളൊരു കാര്യം. ഞങ്ങളുടെ മുമ്പിലൊരു മാതൃകയുണ്ട്. ഉദാഹരണമായിട്ട് എന്താണ് മാതൃക? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ കീഴിൽ SCERT ഇവിടെ പ്രവർത്തിക്കുന്നു. അവർ കരിക്കുലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരിക്കുലത്തിനനുസരിച്ചൊരു വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു. അതേ രീതിയിലൊരു അക്കാഡമിക് പാഠ്യപദ്ധതി നടപ്പാക്കുന്ന വിധം കേരളം മുന്നോട്ട് പോയാൽ ആർക്കെങ്കിലും പരാതിയുണ്ടോ? അപ്പൊ ഇന്നത്തെ ദിവസം ആദ്യമായി നിങ്ങൾ നൽകുന്ന ഉറപ്പെന്താണ്?
ഈ PMശ്രീ പദ്ധതി നടപ്പാക്കിയത് കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഉള്ളടക്കത്തിൽ മാറ്റമുണ്ടാകില്ല. പക്ഷെ മാറ്റം ഉണ്ടാകുമെന്നാണല്ലോ കേന്ദ്ര സർക്കാർ പറയുന്നത്. അനിൽകുമാർ, ഒരു നിമിഷം. അതായത് ഈ പറയുന്ന PMശ്രീ പദ്ധതിയുടെ മെമ്മോറാണ്ടം, ഒരു നിമിഷം, മെമ്മോറാണ്ടത്തിന് തൊട്ട് മുമ്പ് അതിനുള്ളൊരു ഗൈഡ് ലൈനിൽ വളരെ കൃത്യമായി അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പറയുന്നു, while doing so it must be borne in mind that NCERT curriculum would be taken as nationally acceptable criteria. ഇത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, അതിനു മുമ്പ് ഈ പറയുന്ന MOUയിൽ തന്നെ പറയുന്നുണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ വേണ്ടി കൂടിയാണ് ഈ PMശ്രീ പദ്ധതി കൊണ്ടുവരുന്നതെന്ന്. ഇത് രണ്ടും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ്. നിങ്ങളുടെ നയം നടപ്പാക്കാനല്ല, കേന്ദ്രത്തിന്റെ, മോദിയുടെ നയം നടപ്പാക്കാനാണ് PMശ്രീ കൊണ്ടുവരുന്നത് അവർ തന്നെ പറയുന്നു. എന്നിട്ട് ഇന്നിപ്പോ ഒപ്പിട്ടപ്പോൾ കേരള സർക്കാരിനെ അഭിനന്ദിക്കുകയും. ഒരു കാര്യം മനസ്സിലാക്കട്ടെ, അഭിനന്ദനമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് അവരുടെ രാഷ്ട്രീയം. ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഈ കേരളത്തിലെ 10 കൊല്ലക്കാലത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് അധികാരത്തിലിരുന്ന മോദി സർക്കാരിനോട് ഞങ്ങൾ കലഹിക്കല്ലേ ഇത്? ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും നയം ഞങ്ങൾ അതുപടി അംഗീകരിച്ച് നടപ്പാക്കിയോ? നിങ്ങൾ കലഹിക്കുകയാണ് ചെയ്തതെങ്കിൽ PMശ്രീ പദ്ധതിയിലൂടെ NEP ഒളിച്ചു കടത്താനുള്ള ശ്രമത്തെ നിങ്ങൾ ആദ്യം എതിർത്തത് എന്തിനാണ്? ഇപ്പോൾ ആ നിലപാട് മാറ്റിയത് എന്തിനാണ്? ആ നിലപാട് മാറ്റാൻ എന്തെങ്കിലും പ്രത്യേകം കാരണമുണ്ടോ? എങ്കിൽ അത് ഒളിച്ചു വെച്ചത് എന്തിനാണ്? ക്യാബിനറ്റിൽ നിന്ന്, CPM ജനറൽ സെക്രട്ടറിയിൽ നിന്ന്, ഈവൻ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് അദ്ദേഹം പോലും അറിഞ്ഞിട്ടോ എന്നറിയില്ല. കൃത്യമായ മറുപടി പറയാം, അങ്ങ് അനുവദിക്കണം. എന്റെ പോയിന്റ് ഇതേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ഒരു പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പരിശോധനകൾ നടത്തും. ഇത് ഒപ്പിടാതിരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് അഭികാമ്യം എന്നാണ് ഞങ്ങളുടെ നിലപാട്. അവസാന ശ്വാസം വരെ അതിനായിട്ട് പൊരുതുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ അന്നേരം ഒരു സന്ദർഭം ഉണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ കുറെ പ്രശ്നങ്ങൾ വരികയാണ്. സർക്കാരിന്റെ അവസാന ഘട്ടമാണ്. ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സർക്കാർ 6 മാസക്കാലം കൂടി ഇതിന്റെ പ്രവർത്തനം ഫലപ്രദമായി നടത്തണം. ചട്ടി എടുക്കാൻ കാര്യം എന്താ? പെൻഷൻ ഫണ്ട് ബോർഡിലൂടെ കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ തടഞ്ഞു കേന്ദ്രം. അത് ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ ചട്ടിയായിട്ട് മറിയായിട്ട് ചാടി വീണു. ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഹെഡ്മാസ്റ്റർമാരെ വെച്ച് കോൺഗ്രസ് കളിക്കില്ലേ? ഞങ്ങളതിന് നിന്ന് കൊടുക്കണം. അപ്പോൾ 6 മാസക്കാലം ഈ ഫണ്ട് തടസ്സപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി മറികടക്കുക എന്നുള്ളത് ഗവൺമെന്റിന് പ്രധാനമാണ്. അതോടൊപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? രണ്ടാമത് ചെയ്യുന്നത്, ഇപ്പൊ ഈ PMശ്രീ പദ്ധതി എന്ന് പറയുന്നത് വളരെ വേഗം ഉരുണ്ടിക്കൊണ്ട് വരുന്ന കാര്യമല്ല. കാരണം എന്താണ്? പദ്ധതി 4 വർഷം പൂർത്തിയാകുകയാണ്. പിന്നെ അടുത്ത വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ സമയത്ത് എങ്ങനെ എൻഗേജ് ചെയ്യണം? ഞങ്ങളുടെ മുന്നിൽ ഒരു പുതിയ മാതൃകയുണ്ട്. ആ മാതൃകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ ചെയ്തത്. അത് പഠിക്കാൻ 3 കമ്മീഷനെ വെച്ചു. കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവന്നു. കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ 4 ഇയർ അനിൽകുമാർ, CPM NEPയെ എതിർക്കാനുള്ള കാരണം വ്യക്തമാണ്. NEPയെ കുറിച്ച് CPMന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു 4 വർഷം മുമ്പ് വരെ. എന്താണ് ആ നിലപാട്? NEP കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കമാണെന്ന് CPMന്റെ സുചിന്തിതമായ നിലപാടാണ്. ആ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം അപകടമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ 4 വർഷം എതിർത്തെങ്കിൽ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറാനുള്ള കാരണം എന്താണ്? കേന്ദ്ര സർക്കാർ കാവ്യവൽക്കരണം അവസാനിപ്പിച്ചോ? നിങ്ങൾ മറുപടി പറയണം. അതെ, കേന്ദ്ര സർക്കാർ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാവ്യവൽക്കരണം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനെതിരായ യുദ്ധത്തിലാണ് അവിടുത്തെ പ്രതിപക്ഷം പൊതുവിൽ നിൽക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷം എന്താ ചെയ്യുന്നത്? ഇന്ത്യ മുഴുവൻ അതിനെതിരായ സമരത്തിലാണ്. അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കർണാടക മാതൃകയിൽ കാവ്യവൽക്കരണം നടപ്പാക്കുന്ന ഒരു കോൺഗ്രസ് സർക്കാരിനെ കൊണ്ടുവരണോ? അതോ ഞങ്ങൾ ഇതേവരെ SCERTയിൽ സിലബസ് നടപ്പാക്കിയ പോലെ ആർലേക്കർക്ക് അധികാരമില്ല, ഇവിടുത്തെ റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കാൻ മാത്രമേ ഭരണഘടന പറയുന്നുള്ളൂ അദ്ദേഹത്തിന്, അതിനപ്പുറം അധികാരം ഇല്ല എന്ന് പറയുന്ന ഒരു പാഠപുസ്തകം ഉണ്ടാക്കി പഠിപ്പിക്കുന്ന ഞങ്ങളുടെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് കൊണ്ടുപോകണോ? അതിൽ ഞങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയല്ല NEP ഉണ്ടാക്കുന്നത് ശ്രീ അനിൽകുമാർ. അത് വളരെ കൃത്യമായി രേഖയിൽ പറയുന്നു. ഞാൻ അങ്ങേക്ക് കേൾക്കാൻ വേണ്ടി വായിക്കാം. കാരണം ഇന്ന് മന്ത്രി V ശിവൻകുട്ടി അത് തെറ്റായി ഉദ്ധരിച്ചതോടുകൂടിയാണ് ഞാൻ അത് വായിക്കുന്നത്. The aim will be to provide such quality textbooks of the at the lowest possible cost. അതായത് പുസ്തകം എങ്ങനെ വില കുറച്ചുണ്ടാക്കാം എന്ന വിശദീകരണം പറയുന്നിടത്ത് ഇത് അച്ചടിക്കാനുള്ള പണിയൊക്കെ സംസ്ഥാന സർക്കാരിനാണ്. പക്ഷേ നിങ്ങൾ പുസ്തകം ഉണ്ടാക്കുന്ന NCERTയുടെ ഫ്രെയിംവർക്ക് അനുസരിച്ചായിരിക്കണമെന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. നിങ്ങളുടെ പുസ്തകം പഠിപ്പിക്കാനല്ല NEP, NCERT അവർ തീരുമാനിക്കും, അത് പഠിപ്പിക്കും. അതായത് കാവ്യവൽക്കരണത്തെ നിങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ചെറുക്കും എന്നുകൂടി നിങ്ങൾ പറയണം. എന്ന് മാത്രമല്ല, എന്തിനു ഒളിച്ചുപോയി ഒപ്പിട്ട്? അജിംസ്, ഒരു കാര്യം കൂടെ നോക്കൂ. ഇപ്പൊ ഞങ്ങൾ 10 കൊല്ലമായി ഭരിക്കുന്നു. കേരളത്തിന്റെ SCERT എന്ന് പറയുന്ന നിലവിലുണ്ടോ?
അതിന്റെ വിദ്യാഭ്യാസ സിലബസ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് BJP നടപ്പാക്കുന്നതാണോ? ഇത് തന്നെയായിരിക്കും PM ശ്രീ സ്കൂളിൽ ഉണ്ടാവുക. അത് ഉറപ്പാണെന്നേ. അതിനപ്പുറം ഒരു മാറ്റം അവിടെ പഠിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കരുതേ. അതെങ്ങനെ വേണം നടപ്പാക്കാനുള്ള പണി അറിയാവുന്നവരാണ് ഇടതുപക്ഷം. നമുക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, യുദ്ധം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അതായത് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്ത MOU പാലിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്, അനിൽകുമാർ. ദയവായി കേൾക്കൂ. നിങ്ങൾ അസ്വസ്ഥത ഇല്ലെങ്കിൽ കേൾക്കാം. ഒന്ന്, PM ശ്രീ സ്കൂളുകൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ എന്ത് തരാൻ പോകുന്നു? 1.18 കോടി രൂപ തരാൻ പോകുന്നു. 1 കോടി രൂപയ്ക്ക് അടുത്തേ ഉള്ളൂ. അതിന് 40% സംസ്ഥാനം കൊടുക്കണം. എന്താ അതിലെ വ്യവസ്ഥ? അതിന് റാമ്പ് വെക്കണം, ഒരു ബാത്റൂം അതിലുണ്ടാകണം. ഇപ്പൊ തന്നെ എത്രയോ ബാത്റൂം ഓരോ സ്ഥലത്തുണ്ട്. 2 ബാത്റൂം വെക്കണം. ഇതൊക്കെയാണ് വ്യവസ്ഥ. ഇതെല്ലാം ഇവിടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാക്കി കഴിഞ്ഞതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ PM ശ്രീ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുന്നത് ഒരു ബോർഡ് അവിടെ വെക്കണം എന്ന് മാത്രമാണ്. അതിനൊക്കെ വലിയ ബോർഡ് ആയുഷ്മാൻ ഭാരതിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരതിനൊക്കെ വലിയ ബോർഡ് വെച്ചിട്ടില്ലേ അവിടെ മറികടന്നിരിക്കുന്നത്? മറികടക്കാൻ വഴിയുണ്ടതേ. ആ വഴി നല്ല ബോർഡ് വെക്കുന്നതൊക്കെ വളരെ സില്ലി കാര്യങ്ങളാണ് അനിൽകുമാർ. ബോർഡ് മോദിയുടെ പടം വെച്ചോ, പ്രശ്നം അതല്ല. വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം, അക്കാഡമിക്സിൽ ഇടപെടും. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അക്കാഡമിക്സിൽ കേന്ദ്രത്തിന്റെ ഫ്രെയിം വർക്ക് പ്രകാരം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കേണ്ടി വരും. പുസ്തകം അടിക്കാനുള്ള ചുമതല മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവൂ. ബാക്കി കണ്ടന്റ് അവിടെ നിന്ന് വരും. അജിംസ് ഒരു കാര്യം ചെയ്യും. തൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം. സർവകലാശാലകൾ കുറെ എണ്ണം ഇവിടെ ഉണ്ടല്ലോ. സർവകലാശാലകൾക്ക് ഓട്ടോണമി ഉണ്ട് ശ്രീ അനിൽകുമാർ. സർവകലാശാലകൾക്ക് അക്കാദമിക് ഓട്ടോണമി ഉണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അതില്ല. അതാണ് പ്രശ്നം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. ആദ്യമായിട്ട് ദയവായിട്ടൊന്ന് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. ഞങ്ങളൊരു യുദ്ധത്തിലല്ലേ. ഇവിടുത്തെ സർവകലാശാല മുഴുവൻ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകാൻ RSSകാർ ശ്രമിച്ചപ്പോ അക്കാഡമിക് ഓട്ടോണമി ഉണ്ട്. എന്നിട്ട് അവിടെ എല്ലാം വൈസ് ചാൻസലർമാർ. ഞാൻ വരാം അനിൽകുമാറിലേക്ക് വരാം. ചെറിയൊരു തടസ്സമുണ്ട്. ശ്രീ VR അനൂപ്, അതായത് ഒപ്പിട്ടു എന്നുള്ളത് ശരി, പക്ഷെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും ഈ കാവ്യവൽക്കരണത്തിനെന്ന് അനിൽകുമാർ പറയുന്നു, ഉറപ്പ് തരുന്നു. ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. പക്ഷെ ആ ഉറപ്പ് CPIക്ക് കിട്ടിയിട്ടില്ല. CPM ജനറൽ സെക്രട്ടറി MA ബേബി അറിഞ്ഞിട്ടില്ല. മന്ത്രി V ശിവൻകുട്ടി അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. VR അനൂപ്, ഈ ഉറപ്പ് വിശ്വസിക്കാമോ? അനിൽകുമാറിന്റെ ഉറപ്പ്? ശരി അനിൽകുമാർ, ഞാൻ വരാൻ കയ്യിലേക്ക്. VR അനൂപ്, അദ്ദേഹത്തോടൊന്നും സംസാരിക്കാതിരിക്കാൻ പറയണം. അല്ല, അദ്ദേഹത്തിന് യുദ്ധം നിർത്താൻ പറയണം കുറച്ചു നേരത്തേക്ക്. ഓക്കെ അനൂപ്, അദ്ദേഹമാണോ സംസാരിക്കേണ്ടത്? എന്നാൽ അദ്ദേഹം കേട്ടില്ല, അതുകൊണ്ടാണ്. ഞാൻ വരാം അനിൽകുമാർ. ശ്രീ അനൂപ് തുടരും. അല്ല, അന്നത്തെ താങ്കൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തോ? ഇവിടെ ഞാൻ സംസാരിക്കുമ്പോ രേവന്ത് റെഡ്ഡി സ്വാഗതം ചെയ്തു കേട്ടോ. ശരി അനിൽകുമാറിലേക്ക് വരാം. അനൂപ് പറഞ്ഞു തീർത്തോട്ടെ. അനിൽകുമാറെ ഒരു 10-15 മിനിറ്റ് ഒറ്റയ്ക്ക് പ്രസംഗിച്ചില്ലേ? ശരി അനിൽകുമാർ, ഓക്കെ. അനൂപ് തുടരൂ പ്ലീസ്. ഇതിവിടെ പിടിച്ചിട്ട് പോകും. തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി, ഞാൻ ഹൈദരാബാദിൽ ഇരുന്ന നിങ്ങൾ നിർത്തുന്നേ. അനിൽകുമാർ, അത് ചർച്ച ചെയ്യാം. കർണാടകയും തെലങ്കാനയൊക്കെ ചർച്ച ചെയ്യാം. അത് കേരളത്തിൽ കഴിയട്ടെ. അനൂപ് പറയൂ പ്ലീസ്, സമയം പോയി, അതുകൊണ്ടാണ്. ശരി അനിൽകുമാർ, നിർത്തൂ പ്ലീസ്. അനിൽകുമാറെ നിർത്തൂ താങ്കൾ. ഓക്കെ. അനൂപ് പറഞ്ഞോളൂ. മിണ്ടാതിരിക്കോ? ഇവിടെ ഞാൻ എന്റെ ഒഴുത്ത് കിടന്ന മര്യാദ കാണിക്കുക. ശരി അനൂപ്, തുടരൂ. അഡ്വക്കേറ്റ് അനിൽകുമാറിനോട് ആദരണീയനായ അനിൽകുമാറെ, നിങ്ങൾക്ക് പിണറായി വിജയൻ രാത്രി പകലാണെന്ന് പറഞ്ഞാൽ അത് പറയേണ്ട ബാധ്യതയുണ്ടാകാം, അത് വിശ്വസിക്കുന്ന ആളുകളുണ്ടാകാം. പക്ഷേ സാധാരണക്കാരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. CPI മാത്രമാണോ നിങ്ങൾ ഇരുട്ടത്ത് നിർത്തിയിരിക്കുന്നത്? ബിനോയ് വിശ്വത്ത് മാത്രമാണോ നിങ്ങൾ ഇരുട്ടത്ത് നിർത്തിയിരിക്കുന്നത്? MA ബേബി ഇരുട്ടിലല്ലേ? MA ബേബി ഈ 16-ന് ശേഷം പത്രക്കാരോട് പറഞ്ഞത് എന്താ? ഇത് പുനഃപരിശോധിക്കും. MA ബേബിയെ നിങ്ങൾ വിഡ്ഢിയാക്കി. MA ബേബിയെ നിങ്ങൾ അറിയിച്ചിട്ടില്ല. CPMന്റെ കേന്ദ്ര നയം അട്ടിമറിക്കപ്പെട്ട വിവരം CPMന്റെ ജനറൽ സെക്രട്ടറി അറിഞ്ഞിട്ടില്ലെന്നേ. ഇത് വളരെ കൃത്യമായി നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കുറെ നാളുകളായി തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസമാണെന്നേ. കുറെ നാളുകളായി നിങ്ങൾ ഇരുട്ടിന്റെ മറവിൽ RSSുമായി ബാന്ധവം ഉണ്ടാക്കുകയായിരുന്നു. ഇത് പകൽ വെളിച്ചത്തിൽ കയ്യോടുകൂടി പിടിക്കപ്പെട്ടു എന്നാ. എന്നിട്ട് അദ്ദേഹം പറയാണ്, എങ്ങനെയാ ഞങ്ങൾ ഈ യുദ്ധം തുടരുന്നത്? എന്ത് യുദ്ധം? നിങ്ങളെ യുദ്ധ നാടകങ്ങളൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് വളരെ കൃത്യമായിട്ട് ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇവിടെ കർണാടകത്തിൽ നടപ്പിലാക്കിയില്ലേ? കോൺഗ്രസ് നടപ്പിലാക്കിയില്ലേ? കർണാടകത്തിൽ BJPയുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണെന്നേ. അന്ന് ഇത്തരം വ്യവസ്ഥകളില്ലാന്നേ. ഇവിടെ കൃത്യമായി നിങ്ങൾ ഈ അധികാരത്തിൽ ചോദ്യം അന്നില്ലാത്ത എന്ത് വ്യവസ്ഥയാണ് ഇന്നുള്ളത്? അനൂപ്, ഒരു കാര്യം, ഒന്ന്, നിങ്ങൾ MOU ഒപ്പിട്ടു എന്ന് കരുതാൽ നിന്ന് പിന്മാറുന്നത് എന്തിനാണ്? നിങ്ങൾ അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്മാറിക്കൂടെ നിങ്ങളുടെ സംസ്ഥാന സർക്കാരുകൾക്ക്?
അല്ല, ഞങ്ങളെ സംബന്ധിച്ച് അത് ആ സമയത്ത് ഞങ്ങളല്ലെന്നേ. ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, നിങ്ങളല്ല ഒപ്പിട്ടത്. നിങ്ങൾ അധികാരത്തിൽ വരുന്നു, നിങ്ങളുടെ മേൽ NEP-യുടെ പേരിൽ കാവ്യ പുസ്തകങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് പിന്മാറിക്കൂടെ MOU-ൽ നിന്ന്, കരാറിൽ നിന്ന്? അല്ല, അതിനകത്ത് സാങ്കേതികമായ ഒരിക്കൽ താങ്കൾക്കറിയാമല്ലോ, ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഗവൺമെന്റുകളെ സംബന്ധിച്ച് ഗവൺമെന്റ് എന്ന് പറയുന്നത് തുടർച്ചയാണ്. അത് പലപ്പോഴും ഒപ്പിടുന്നതിൽ നിന്ന് പിന്മാറുന്നതിനൊക്കെ വലിയ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെന്നേ. ഇവിടെ അതല്ലല്ലോ വിഷയം. ഇവരെന്താണ് ഇത്രകാലം പറഞ്ഞുകൊണ്ടിരുന്നത് ജിംസെ? പിണറായി വിജയൻ എന്ന് പറയുന്നത് ബദലാണ്. മോഡിക്ക് ബദലായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന നായകനാണ് പിണറായി വിജയൻ. എന്നിട്ട് ഈ ബദൽ എവിടെ പോയി? ഇപ്പൊ പറയുന്നത് എന്താ? ഒപ്പിടാതിരിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, പക്ഷെ ഞങ്ങൾക്ക് ഒപ്പിടേണ്ടി വന്നു. ഇവർ പറയുന്ന ന്യായം CPI ബോധ്യപ്പെടുത്തിയാൽ മതി, ബിനോയ് വിശ്വത്തെ ബോധ്യപ്പെടുത്തിയാൽ മതി, MA ബേബിയെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഇവർക്കതിന് കഴിയുന്നില്ല. ഇത് ഏതെങ്കിലും ഈ നയത്തിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന ഒന്നാണോ? എല്ലായിടത്തും ആഭ്യന്തര വകുപ്പ് മുതൽ ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഇവർ ഈ പറയുന്നത് എന്താ? ഞങ്ങൾ RSSന്റെ നയം നടപ്പിലാക്കാനല്ലാന്ന്. പക്ഷേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട മുൻ ചർച്ചകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നു എന്ന് പറയുന്ന, അവിടെ മാവോയിസ്റ്റുകൾ അടിച്ചമർത്താം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് പണം അഭ്യർത്ഥിക്കാൻ പോകുമ്പോൾ CPM-ന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് മാവോയിസ്റ്റ് സൈനികമായും പോലീസിനെ ഉപയോഗിച്ച് നേരിടരുത്, ചർച്ചകളോട് പരിഹരിക്കുന്ന. ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ച് CPM-ന്റെ ഒരു നയവും പ്രസക്തമല്ല. MA ബേബിയെ ഒരു കോമാളിയാക്കി നിർത്തിയിരിക്കുക. എന്നിട്ട് പിണറായി വിജയൻ ഒറ്റയ്ക്ക് നിലനിൽക്കുക. ഇവിടെ ഇന്നലെ വാർത്തകൾ പുറത്തു വന്നു. ഇന്നലെ എല്ലാവരും ഒപ്പുവെച്ചതെന്ന് അറിയാം, പക്ഷെ ഇന്നലെ രാത്രിയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഒപ്പുവെച്ചു എന്നുള്ള എനിക്ക് വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്ന് ഇടതു മുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത് എന്താ? അത് എന്താണ് അതിലെ കണ്ടീഷൻസ് എന്ന് അറിയില്ല, ഉദ്യോഗസ്ഥരാണ് ഒപ്പുവെച്ചതെന്ന്. ഇവിടെ ഇടതു മുന്നണിയുടെ ഈ ഭരണത്തിന് രാഷ്ട്രീയമായി നേതൃത്വം നൽകുന്ന മുന്നണിയുടെ കൺവീനറായിട്ടുള്ള CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായ TP രാമകൃഷ്ണൻ ഇത് അറിയില്ല. ഇവിടെ CPI-ക്ക് മാത്രമല്ലല്ലോ, MA ബേബിക്ക് ഇത് അറിയില്ല, CPI-ക്കും CPM-നും ഇത് അറിയില്ല, LDF-ന് അറിയില്ല. പിണറായി വിജയനും ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന RSS തമ്മിലുള്ള ഒരു അവിഹിതമായ ഇടപാടാണ് ഇതെന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റുക? അതിന് സ്വന്തം സഖാക്കളെ പിണറായി വിജയൻ ബോധ്യപ്പെടുത്തട്ടെ. അനിൽകുമാറിന്റെ ജനറൽ സെക്രട്ടറി MA ബേബി അറിഞ്ഞില്ല എന്നുള്ളത് ജനാധിപത്യത്തെ സംബന്ധിച്ച പ്രശ്നമൊന്നുമല്ല. അയാളുടെ പാർട്ടി ദേശീയ സെക്രട്ടറി അറിഞ്ഞില്ല. പക്ഷെ ക്യാബിനറ്റ് 16-ാം തീയതി ഒപ്പിട്ടിട്ട് 22-ാം തീയതി ക്യാബിനറ്റ് CPI മന്ത്രിമാർ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല എങ്കിൽ എത്ര ഗുരുതരമാണ് കാര്യം ചെയ്യാനും? അതല്ലേ യഥാർത്ഥ പ്രശ്നം. ക്യാബിനറ്റിൽ പറഞ്ഞില്ല. അല്ല, അത് ക്യാബിനറ്റിന്റെ വിഷയം അവിടെ നിലനിൽക്കുന്നു. CPM പോലൊരു പാർട്ടി നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന എങ്ങനെയാ? പാർട്ടിക്കകത്ത് ആലോചിച്ചിട്ടല്ലേ? ഏതാണ്ട് എല്ലാ പാർട്ടികളും നയപരമായ തീരുമാനങ്ങൾ പാർട്ടിക്കകത്ത് ആലോചിച്ചിട്ടല്ലേ? CPM കുറെ കൂടി രാഷ്ട്രീയമായ കൺട്രോൾ മന്ത്രിസഭയ്ക്ക് മുകളിൽ ഈ പറയുന്ന കോൺഗ്രസിനേക്കാൾ UDF-നേക്കാളൊക്കെ വെച്ചു പുലർത്തുന്ന ആളുകളല്ലേ? അവരുടെ ജനറൽ സെക്രട്ടറി അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ രാഷ്ട്രീയമായ നിയന്ത്രണം ഈ മന്ത്രിസഭയുടെ മുകളിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അർത്ഥം. എന്താ സംശയം അതിൽ? അത് ചെറിയ കാര്യമൊന്നുമല്ല. CPM-ന്റെ ജനറൽ സെക്രട്ടറി ഒരു വിഡ്ഢിയായി ഈ വിവരങ്ങൾ അറിയിക്കാതെ ഇതിന്റെ മാപ്പ് സാക്ഷിയായി അവതരിപ്പിക്കുക. 16-ാം തീയതിക്ക് ശേഷം ആ പാവം MA ബേബി പത്രക്കാരോട് പറയാണ് ഇത് തിരുത്തുന്ന്. ഇവിടെ ഒപ്പിടൽ കഴിഞ്ഞു. ഇവിടെ അറിയേണ്ട ആളുകൾ ഇത് അറിഞ്ഞിട്ടില്ലാന്നേ. ക്യാബിനറ്റിനെ സംബന്ധിച്ച് അവിടെ നിലനിൽക്കുന്നുണ്ട് കാര്യങ്ങൾ. ക്യാബിനറ്റിൽ മന്ത്രിസഭയിൽ ഇത് അവതരിപ്പിച്ചിട്ടില്ല. മന്ത്രിസഭയിൽ ഈ നേരത്തെ CPI-യുടെ മന്ത്രിമാർ പറഞ്ഞു. ഇവിടെ പിണറായി വിജയനും ഈ പറയുന്ന ഈ RSS-ന്റെ ആളുകൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് ആണെന്നേ. ഇത് ഈ കേന്ദ്ര ഗവൺമെന്റും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റും മാത്രമുള്ള ഒരു ഇടപാടായി ഞങ്ങൾ കാണുന്നില്ല. മറിച്ച് ഈ RSS-ഉം പിണറായി വിജയൻ എന്നൊരു വ്യക്തിയുമായി നടത്തുന്ന ഒരു ഡീലാണെന്ന്. അല്ലെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ഒരു സ്വന്തം പാർട്ടിക്കകത്ത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല? CPI-യെ നിങ്ങൾ എന്തായാലും ശ്രീ എമ്മിൽ നിന്ന് തുടങ്ങി ശ്രീ PM ശ്രീയിലെത്തി നിൽക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ചാണ് VR അനൂപ് പറയുന്നത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിലെ ഏറ്റവും അപഹാസ്യനായ ജനറൽ സെക്രട്ടറി ആരാണെന്ന ചോദ്യത്തിന് ഇനി ഒറ്റ മറുപടിയേ ഉള്ളൂ. അത് MA ബേബിയാണ്. കഴിഞ്ഞ 21-ാം തീയതി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാം. എന്നിട്ട് ഞാൻ ദാമോദർ പ്രസാദിലേക്ക് വരാം. കേന്ദ്ര ഗവൺമെന്റിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ സംസ്ഥാനങ്ങൾക്ക് കുറേയധികം പരിമിതികളുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു എൻഗേജ്മെൻറ്റ് വേണം. ഈ സാഹചര്യത്തെ ക്രിയാത്മകമായിട്ട് ഇടപെട്ട് കൈകാര്യം ചെയ്യണം. അതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും കഴിയും. ശരി, ദാമോദർ പ്രസാദ്, ഇന്ന് MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് LDF-ന്റെ നയം നടപ്പാക്കലല്ല ഈ സർക്കാരിൻ്റെ പണിയെന്നാണ്. പിന്നെ ഈ സർക്കാരിൻ്റെ എന്താണ് പണിയെന്ന് ചോദിച്ചാൽ ഇതാണ്.
CPM-ന്റെ ജനറൽ സെക്രട്ടറി പറയുന്നു ഞങ്ങൾ ഉടൻ LDF-ൽ ചർച്ച ചെയ്യുമെന്ന്. ഇത് പറയുന്നത് ഈ MOU ഒപ്പിട്ട 5-ാമത്തെ ദിവസമാണ്. അദ്ദേഹം അറിഞ്ഞില്ല എന്നത് പോട്ടെ, ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ അറിഞ്ഞില്ല. ഈ നാട് ഭരിക്കുന്ന ആരാകും ദാമോദർ പ്രസാദ്? അജിംസ് ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട MAB അറിഞ്ഞില്ല എന്നുള്ളത് കുറച്ച് കാലം നമുക്കറിയാം. സംസ്ഥാന ഘടന അദ്ദേഹത്തിന് വിലവയ്ക്കുന്നുള്ള കാര്യം നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യമൊന്നും ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷെ അത് പാർട്ടി പ്രശ്നം ആണ്. അത് അവർ പരിഹരിക്കണം. അവരെ കേഡർമാർ റാങ്ക് ആൻഡ് ഫയലും അന്വേഷിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ ക്യാബിനറ്റ് അതല്ല, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ജനാധിപത്യ ബോഡിയാണ്. ആ കൂട്ടുത്തരവാദിത്തം കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനാപരമാണ് കൂട്ടുത്തരവാദിത്തം. ആ കൂട്ടുത്തരവാദിത്തം ലംഘിച്ചുകൊണ്ട് 16-ാം തീയതി ഇവരെല്ലാം ഇരുട്ടി നിർത്തിക്കൊണ്ട് ഇവരെല്ലാം ഇത് മറവാക്കിക്കൊണ്ട്, അതായത് ഇതിൻ്റെ ഒരു നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇന്ന് ബിനോയ് വിശ്വത്തിൻ്റെ പത്രസമ്മേളനത്തിൽ വളരെ പ്രസക്തമായ കുറേ കാര്യം ഉന്നയിച്ചു. നമ്മൾ അത് വളരെ സീരിയസ് ആയി കണ്ട 3 പ്രശ്നങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, CPI ഇരുട്ടിൻ്റെ മറവിൽ നിർത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ RJDയും. 2, ഇടതുപക്ഷ ക്യാരക്ടർ ഇല്ലാത്ത നിലപാടാണ്. അദ്ദേഹം പറഞ്ഞാണ് ഇതിന് ഇടതുപക്ഷ ക്യാരക്ടറില്ല, ഈ സമീപനം ഇടതുപക്ഷമല്ല എന്ന് കൃത്യം ജനാധിപത്യപരമല്ല ഇടതുപക്ഷമല്ല പറഞ്ഞു. 3-ാമത്തെ കാര്യം പ്രധാനമന്ത്രി വൈ വാസ് ദിസ്, എന്താണ് ഇത്രയും തിരക്ക് പിടിച്ചിട്ട് എന്തുകൊണ്ട് ചെയ്തു, ഈ അൺഹേസ്റ്റ് എന്തുകൊണ്ട് ഇത്രയും ഹേസ്റ്റ് എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചു. അസ്വാഭാവികമായിട്ടുള്ള തിരക്ക് എന്തുകൊണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അസ്വാഭാവികമായിട്ടുള്ള തിരക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചു. അതാണ് അതിന് ക്രൂഷ്യൽ. എന്തായിരുന്നു അങ്ങനെ എന്ന് ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി അസ്വാഭാവികമായ തിടുക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം ഇതിനകം നിർമ്മിച്ചു. എന്തായിരുന്നത്? ഈ മാസം 9-ാം തീയതി പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ടിരുന്നു. അന്നാണ് തീരുമാനം ഉണ്ടായത്. കാര്യം 16-ാം തീയതി, ഇപ്പം നിങ്ങൾ പറഞ്ഞ 16-ാം തീയതി 5 ദിവസത്തിന് ശേഷം ഒപ്പിട്ടതായിരിക്കാം. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ സംസാരത്തിനിടയിൽ തീരുമാനമായതാണോ? അതാണോ 16-ാം തീയതി? നമുക്കറിയില്ല. കാര്യം ആ ചോദ്യമുണ്ട്. ആ ചോദ്യം നിസ്സാരമായ ചോദ്യമല്ല. ബിനോയ് വിശ്വം ചോദിച്ച ചോദ്യം മുഴങ്ങുന്ന ചോദ്യമാണ്. എന്തായിരുന്നു അസ്വാഭാവികമായ തിടുക്കം? അസ്വാഭാവികമായി തിടുക്കം എന്തായിരുന്നു ചോദിക്കുന്നത്. അതിനകത്തൊരു അസ്വാഭാവികത എന്ന് പറയുന്നൊരു എന്താണ്, ഒരു കൂട്ടുകക്ഷി സംവിധാനത്തിനകത്ത് കൂട്ടുത്തരവാദിത്ത മന്ത്രിസഭയെ കാണിച്ച ഒരു നെറികേടിനെ കുറിച്ചാണ് പ്രധാനപ്പെട്ട, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ഗുരുതരമായ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് മറുപടി എന്ത് തന്നെ പറഞ്ഞാലും ആ യാഥാർത്ഥ്യം വളരെ രൂക്ഷമായ പ്രശ്നങ്ങളത്തെ കാര്യം ഒരു CPI പോലെ പാർട്ടിക്ക് ഒരു പക്ഷേ രാഷ്ട്രീയമായി പെട്ടെന്നൊരു നിലപാടെടുക്കാനൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് അതിൻ്റെ ഗാംഭീര്യത്തോടെ ആത്മാവിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബിനോയ് വിശ്വം പ്രശ്നം ഉന്നയിച്ചത്. കാര്യം 3 പ്രശ്നത്തിന് മറുപടി പറയേണ്ടത് CPM-ൻ്റെ. പക്ഷേ ഇന്ന് 3 പത്രസമ്മേളനം നമ്മൾ കണ്ടു. ഒന്ന് ഗോവിന്ദമാഷ പത്രസമ്മേളനം, എല്ലാവിധ ആദരവും വെച്ചവരുടെ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അദ്ദേഹം എന്തൊക്കെ പഴയ പോലെ സാമ്രാജ്യം വർഘടന എന്നൊക്കെ പറഞ്ഞതല്ലാതെ പ്രത്യേകിച്ച് NEP-യെക്കുറിച്ചോ ഒന്നും കക്ഷിക്ക് മനസ്സിലായിട്ട് എനിക്ക് തോന്നുന്നില്ല. പതിവ് ആചാരപ്രകാരം കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു. അത് അദ്ദേഹം പറഞ്ഞൊരു അബദ്ധം കൂടിയുണ്ട്. അതായത് ഈ ഒപ്പിട്ട് കഴിഞ്ഞു, ഏത് MOU ഒപ്പിട്ടതിന് ശേഷം പറയാം, ധാരണാപത്രം ഒപ്പിട്ട ശേഷം ഞങ്ങൾ നിബന്ധനകൾ പഠിക്കുന്നു. ലോകത്ത് എവിടെയെങ്കിലും ഞാൻ വെറുതെ പറയില്ല, പത്രസമ്മേളനം കേട്ടുമൊക്കെ അദ്ദേഹം പറഞ്ഞത്, ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ആ വിഡിത്തം ചെയ്യുമോ? ആദ്യം നിങ്ങൾ നിബന്ധനകൾ പഠിച്ച ശേഷമല്ലേ ആധാരവും എന്ത് വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മളതല്ലേ ചെയ്യാറ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിചിത്രമായ ഒരു ആചാരം കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നിബന്ധനകൾ പിന്നീട് പഠിക്കുക, ഇത് ഒപ്പിട്ട് കൊടുത്തിട്ട്. എന്ത് അസംബന്ധമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റിലൊന്നും പ്രസക്തമല്ല, നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. രണ്ടാമത് ശിവൻകുട്ടി വസ്തുതാപരമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് നമ്മൾ കേൾക്കാതിരിക്കേണ്ട. അദ്ദേഹമാണ് വസ്തുതാപരമായിട്ട് കേരളത്തോട് ചില സത്യം വിളിച്ചു പറഞ്ഞത്. അതിലൊന്ന് നേരത്തെ K. അനിൽകുമാർ സൂചിപ്പിച്ചൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് പറഞ്ഞത് അദ്ദേഹം? PM ഉഷ നടപ്പാക്കി, സർവകലാശാലകൾ ഇത് നടപ്പാക്കി, ഉന്നത വിദ്യാഭ്യാസ ഘടന അനുവാദത്തോടു കൂടി. അതിന് 3 കമ്മിറ്റിയൊക്കെ വെച്ചാലും NEP-യുടെ ഗൈഡ് കരിക്കുലർ ഫ്രെയിംവർക്ക്, സിലബസും കരിക്കുലർ ഫ്രെയിംവർക്കും വ്യത്യാസം. ഒരു കാര്യം, സിലബസിൻ്റെ അകത്തൊക്കെ സംസ്ഥാനത്തിന് ഇടപെടാനൊക്കെ സ്പേസ് ഉണ്ട്, സംസ്ഥാനത്തിൻ്റെ ഓട്ടോണമി നിലനിൽക്കുകയും ചെയ്യും. കരിക്കുലർ ഫ്രെയിംവർക്കാണ് 4-year UG. അപ്പോൾ അത് നടപ്പാക്കി കഴിഞ്ഞു. നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാണ്. സ്വകാര്യ സർവകലാശാല അതിൻ്റെ ഭാഗമാണ്. ഇത് നടപ്പാക്കി, അതിന് ഗവർണറാണ് തടസ്സം പിടിച്ചിരിക്കുന്ന വേറെ കാര്യം. പക്ഷേ ഈ വ്യവസ്ഥ നടപ്പാക്കി കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഗോവിന്ദൻ മാഷ് NEP വിമർശിക്കുമ്പോഴും ബിനോയ് വിശ്വം വിമർശിക്കുമ്പോഴും സംസ്ഥാനത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും CPM-ൻ്റെ സംസ്ഥാന സമിതി അദ്ദേഹം സംസ്ഥാന സമിതി അംഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉന്നത നേതാവുമായ ശിവൻകുട്ടി പറഞ്ഞത് വളരെ NEP അപകടകരമല്ല. ഇന്നത്തെ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല, കേട്ടറിയാം. അപകടകരമല്ല. എനിക്ക് NEP-യെക്കുറിച്ച് തെറ്റി ഞാൻ തിരുത്തി, എൻ്റെ ധാരണ തിരുത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് NEP-ക്ക് കേരളത്തിൽ ആദ്യമായിട്ട് BJP-ക്ക് പകരം ഒരാൾ അതിൻ്റെ സ്വീകാര്യത അംഗീകരിച്ച് പറയാണ്. പലപ്പോഴും നമ്മൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ
NEP കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പല നടപടികൾക്കും പരസ്യമായിട്ട് അങ്ങനെ അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടില്ല. പക്ഷേ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു സത്യസന്ധമായ നിലപാടാണ് കാര്യം എന്ന് പറയും. ഞാനൊക്കെ സത്യം എന്ന് പറയുന്ന കാരണം NEP നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിൽ NEP നടപ്പാക്കി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫണ്ട് കിട്ടുന്നു, ഈ ഫണ്ട് ഒപ്പിടുന്നതൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് ബിനോയ് വിശ്വത്തിൻ്റെ ആ ബിനോയ് വിശ്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രീയ വിമർശനം എന്ന് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം ആ രാഷ്ട്രീയ വിമർശനത്തിൽ പറയുന്ന കാര്യം ഇപ്പോഴും വളരെ പ്രസക്തമാണ്. അതിൻ്റെ അകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ വീണ്ടും ആവർത്തി പറയാം, ഇടതുപക്ഷ ക്യാരക്ടർ ഇല്ലാത്ത നിലപാടാണ്, ജനാധിപത്യം തൊട്ട് തെറിച്ചിട്ടില്ല. പിന്നെ അല്ല, അതിന് മറുപടി ഗോവിന്ദ മാസ്റ്റർ അതിന് മുമ്പ് പറഞ്ഞു. കാരണം LDF നയം നടപ്പാക്കാനല്ല പറഞ്ഞത്. അതെ, നമുക്കറിയാം LDF നയം നടപ്പാക്കാനില്ല എന്നുള്ള അങ്ങനെയല്ല പറഞ്ഞത്. ഇത് കമ്മ്യൂണിസം അദ്ദേഹം പറഞ്ഞു. അല്ല, കമ്മ്യൂണിസം എന്നായിരുന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കാമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. LDF നയം അല്ല സർക്കാർ നടപ്പാക്കുന്നതെന്നാണ് അദ്ദേഹത്തിന് കുറേ തെറ്റിദ്ധാരണയുണ്ട് കേരളത്തെ കുറിച്ചിട്ടും കേരളത്തിലെ ആൾക്കാരെ കുറിച്ചും. അദ്ദേഹത്തിൻ്റെ പാർട്ടി കേഡേഴ്സിനെ കണ്ട് പരിചയമായിരിക്കണം. ഇത് തൊഴിലാളികളുടെ സർവാധിപത്യത്തിൽ മനസ്സിലാക്കുന്ന കാര്യം നമ്മൾക്കറിയാം, കേരള ജനങ്ങൾക്കറിയാം. ഗോവിന്ദ മാഷിൻ്റെ കേഡേഴ്സും റാങ്ക് ആൻഡ് ഫയൽ അറിയില്ലെങ്കിൽ കേരള ജനങ്ങൾക്കറിയാം കേട്ടോ. തെറ്റിദ്ധാരണ ഗോവിന്ദ മാഷൊക്കെ ഉണ്ട്. അതായത് കേരള കോൺഗ്രസ് മാണി എന്നൊരു പാർട്ടിയുടെ കൂടെ അവർ നിൽക്കുമ്പോൾ എന്ത് തൊഴിലാളി വർഗ സർവാധിപത്യം. അപ്പോൾ കമ്മ്യൂണിസ്റ്റോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രോഗ്രാം തന്നെ. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ബാനറിൽ ആ ബ്രാൻഡിൽ ഭരിക്കുന്ന സർക്കാർ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇടതുപക്ഷം എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഇടതുപക്ഷം രാഷ്ട്രീയമുണ്ട്. അതാണ് ബദൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതായത് കേന്ദ്രത്തിനും എല്ലാ കോൺഗ്രസിനും, അതായത് UPAക്കും NDAക്കും ബദലായ രാഷ്ട്രീയം വേണം. ആ ബദലായ രാഷ്ട്രീയം എന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ അതായത് അദ്ദേഹം പറയുന്നത് വർഗ്ഗഘടന സാമ്പ്രദായത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പിന്നെ എന്ത് പ്രസക്തിയുള്ളത്. അപ്പോൾ എന്താണോ നമുക്ക് ലഭ്യമായിട്ട് നടപ്പാക്കാൻ അത് കുറച്ചുകൂടി എഫിഷ്യൻ്റായി നടപ്പാക്കാൻ പറ്റും സർക്കാർ എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അതിന് വൈകി സ്വബോധത്തോടെയാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് ഗുരുതരമായ 2 കാര്യങ്ങൾ. ഒന്ന്, MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന ഒരു കാര്യം, LDF നയം നടപ്പാക്കലല്ല ഈ സർക്കാരിൻ്റെ പരിപാടി എന്ന MV ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവന. മറ്റൊന്ന്, NEPക്ക് ഒരു കുഴപ്പമില്ല, അതിനോടുള്ള മുൻ നിലപാടിൽ ഞാൻ മാറ്റം വരുത്തിയെന്ന വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവന. ഇത് രണ്ടും ഇരുവരും സ്വബോധത്തോടെയാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ ഭയക്കേണ്ട ചിലത് ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് തിരികെ. ശ്രീ ജോബിൻ, ഇവിടെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ ഒരു കാര്യം വളരെ ഗൗരവമുള്ളതും ഗുരുതരവുമാണ്. അദ്ദേഹം പറഞ്ഞത് NEP അപകടകരമല്ല, NEPയോട് മുമ്പുണ്ടായിരുന്ന എതിർപ്പ് എനിക്ക് ഇപ്പോഴില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്, CPMന്റെ മുതിർന്ന നേതാവാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അപ്പോൾ NEPയിൽ പ്രശ്നമില്ല, NEPയിൽ പ്രശ്നമുണ്ടെന്നുള്ളത് CPMന്റെ തന്നെ പ്രഖ്യാപിത നിലപാടാണ് ദേശീയ തലത്തിലും സംസ്ഥാനത്തും. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് NEP അങ്ങനെ അപകടമൊന്നുമില്ല എന്ന്. ഇതിനെ CPIയും ASF ഒക്കെ എങ്ങനെ കാണുന്നു? NEP അപകടകാരി അല്ല എന്ന് കേരളത്തിൻ്റെ സമര ചരിത്രത്തിലൂടെ വിദ്യാർത്ഥി പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ്, അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് വളരെ ഞെട്ടലോടുകൂടിയേ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് ഇതുവരെ ആരും പറയാത്ത, സംഘപരിവാറുകാർ ഒഴിച്ച് ഇതുവരെ ആരും പറയാത്ത ഒരു അഭിപ്രായമാണ് സഖാവ് വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനെ വളരെ ഗൗരവത്തോടു കൂടിയേ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ. എങ്ങനെയാണ് NEP അപകടകാരിയായി വരാത്തത്? NEPയിലൂടെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സെൻട്രലൈസേഷനും കമ്മ്യൂണലൈസേഷനും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ആകമാനം കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളാണ്. കൊമേഴ്സ്യലൈസേഷൻ, ഈ 3 കാര്യങ്ങൾ ഈ NEPയിലൂടെ നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ ആകമാനം തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതുവഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെയാണ് അപകടകാരി അല്ല എന്ന് പറയാൻ വേണ്ടി കഴിയുന്നത്? ഏത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അത് അപകടമല്ല എന്ന് പറയാൻ വേണ്ടി കഴിയുന്നത്? ഇവിടെ നോക്കൂ, ഇവിടെ NEPയുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ NEP ഇവിടെ നടപ്പാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് NEP നടപ്പാവില്ല എന്ന് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് PM ശ്രീയുടെ ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളിൽ ഒരു 6 പില്ലേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രൂപരേഖ അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് ആ 6 പില്ലറുകളും PM ശ്രീയുടെ 6 പില്ലറുകളും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് NEP 2020യുടെ ഓരോ ചാപ്റ്റർ അധിഷ്ഠിതമായിട്ടാണ്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും. അത് കരിക്കുലം നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് കരിക്കുലം പെഡഗോഗി ആൻഡ് അസസ്മെന്റുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് സ്കൂൾ ലീഡർഷിപ്പ് ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ എണ്ണം അക്കമിട്ട് പറയുകയാണ്. എങ്ങനെയാണ് PM ശ്രീ പദ്ധതിയിലൂടെ NEP ഇവിടെ വരില്ല എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്? മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ സൂചിപ്പിച്ചത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി
സഖാവ് ഗോവിന്ദൻ മാഷ് ഇവിടെ പിന്നെ പത്രസമ്മേളനത്തിൽ സൂചിപ്പിക്കപ്പെട്ടു. ഇടതുപക്ഷ പിന്നെ നയം നടപ്പാക്കാനല്ല, പൂർണ്ണമായി നടപ്പാക്കാനല്ല ഈ പിന്നെ ഗവൺമെന്റ് എന്നുള്ളതാണ്. അതൊരു വിചിത്രമായ വാദമല്ലേ? അത് പൊതുസമൂഹം അങ്ങനെ അങ്ങ് പിന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്നതാണോ? ഈ ഗവൺമെന്റിനൊരു നയമുണ്ട്, അത് ഇടതുപക്ഷ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിചിത്രമായ വാദങ്ങളാണ് ജോബിൻ. ഞാൻ ജോബിലേക്ക് വരാം. അതെ 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 അത് ഈ ഗവൺമെന്റിന് ഒരു നയമുണ്ട്. അത് ഇടതുപക്ഷത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ്. ആ നയത്തിന് വ്യതിചലിച്ച് ഈ ഗവൺമെന്റ് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെക്കുമ്പോൾ അത് വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകളിലൂടെയാകുമ്പോൾ AISF കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഉജ്ജ്വലമായ സമരങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് AISFന്റെ പിന്നെ നിലപാട്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാളെ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ആദ്യത്തെ പ്രതിഷേധമായി പിന്നെ ഈ വിഷയത്തിൽ വരും. PM ശ്രീ പദ്ധതി കേരളത്തിനകത്ത് പിൻവലിക്കുന്നത് വരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. LDFന്റെ നയം നടപ്പാക്കലല്ല എന്ന് CPM ഈ സർക്കാരിന്റെ പണിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ അവിടെ അസ്തമിക്കുകയാണ്. പിന്നെ ആരുടെ നയം നടപ്പാക്കാം? നിങ്ങൾ NDAയുടെ നയം നടപ്പാക്കാം, UPയുടെ നയം നടപ്പാക്കാം, RSSന്റെ നയം നടപ്പാക്കാം, എന്തും ചെയ്യാം, അവിടെ തീർന്നു. പക്ഷേ എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ LDF സർക്കാരിന് എന്തിനാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിയത്? ഏതെങ്കിലും കമ്പനി ഏൽപ്പിച്ചാൽ പോരെ? അവർ വളരെ കൃത്യമായിട്ട് ഇതിലും കാര്യക്ഷമമായിട്ട് കേന്ദ്രത്തിന്റെ നയം നടപ്പാക്കിക്കൊള്ളൂ. അല്ല, നമ്മൾ കേരളത്തിൽ നടപ്പാക്കുന്ന നയം എന്ന് പറയുന്നത് നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നത് ഏത് കമ്പനി ഏൽപ്പിച്ചാൽ നടക്കും? മീഡിയ വണ്ണി ഏൽപ്പിച്ചാൽ നടക്കുമോ? നിങ്ങളെ ഏൽപ്പിച്ചാൽ നടക്കുന്ന കാര്യമല്ലോ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നത്. പിന്നെ അത് CPM മാത്രമായിട്ട് ഒറ്റയ്ക്ക് ചെയ്ത കാര്യമാണത്. നിങ്ങൾ ആ ക്രെഡിറ്റ് CPM LDF മാത്രം ചെയ്ത കാര്യമാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കല്. വേറെ ആരും ഇവിടെ ഭരിച്ചിട്ടില്ല. അല്ല, ഇവിടെ വേറെ ആരും ഭരിച്ചിട്ടില്ല. നിങ്ങൾ മാത്രമായിട്ട് ചെയ്ത കാര്യമാണ് ഈ അതിദാരിദ്ര്യം ഇല്ലാതാക്കൽ. വേറെ ഭരിച്ചവരുണ്ടല്ലോ, കർണാടകത്തിലുണ്ടല്ലോ. അവരുടെയൊക്കെ പണിയാണത്. എന്നിട്ട് നിങ്ങൾ ഭരിച്ചിട്ട് ബംഗാളിൽ അതിദാരിദ്ര്യം ഇല്ലാതായത്? നിങ്ങൾ 1/4 നൂറ്റാണ്ട് ഭരിച്ച ബംഗാളിൽ ത്രിപുരയിൽ എന്ത് അതിദാരിദ്ര്യം ഇല്ലാതായത്? നിങ്ങളുടെ മാത്രം ക്രെഡിറ്റ് ആണോ അത്? അത് ഞാൻ പറയാം. അതിദാരിദ്ര്യം ഇല്ലാത്ത വഴി ഞാൻ ആദ്യം പറഞ്ഞുതരാം. 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഭൂമി ഇല്ലാത്തവന് ഭൂമിയാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭൂമി ഇല്ലാത്തവന് ഭൂമി, ഭൂപരിഷ്കരണ നിയമം, വിമോചന നടപ്പായിക്കൂടായിരുന്നോ? പറയട്ടെ മിസ്റ്റർ, ഞാൻ ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താ എന്തൊരു ചർച്ചയാ ഇത്? 57 അധികാരത്തിൽ വന്നപ്പോൾ ഭൂപരിഷ്കരണ നിയമം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് കൊണ്ടുവന്നില്ലേ? ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ കേൾക്കാനല്ലേ? ഞങ്ങൾ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമത്തെ കോൺഗ്രസ് പിന്തുണച്ചോ അതോ എതിർത്തോ? കോൺഗ്രസ് സർക്കാർ പിന്തുണച്ചോ എതിർത്തോ? എന്നിട്ട് അതിന്റെ ഭാഗമായി ഭൂമി കിട്ടിയതിന്റെ ഭാഗമായി കേരളത്തിൽ വികസിച്ച ഒരു സമൂഹമുണ്ട്, ഭൂപരിഷ്കരണം. ഞാൻ ചോദിക്കട്ടെ അനിൽകുമാർ, എന്റെ ചോദ്യത്തിന് മർമ്മം ഭൂപരിഷ്കരണം നടപ്പാക്കിയോ അവരെ എതിർത്തോ എന്നുള്ളതല്ല. LDFന്റെ നയം നടപ്പാക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ പിണറായി വിജയൻ സർക്കാരിനെ ഞാൻ ചോദിക്കുന്നത്? മറ്റാരും ഏൽപ്പിച്ചൂടെ പണി? അവർ വൃത്തി ചെയ്തോളൂ. നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് അതല്ലല്ലോ. അതിദാരിദ്ര്യം നടപ്പാക്കിയത് എല്ലാ പാർട്ടിയും കൂടെ കൂടിയാണ്. CPM ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞു. ഞാനൊന്ന് മറുപടി പറയണ്ടേ? അങ്ങനെ ഒന്ന് ബഹുമാനിക്കണ്ടേ? അങ്ങൊരു മഹാജ്ഞാനം വിളമ്പിയപ്പോൾ ഞാനൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പറയുന്നത് 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ആദ്യമായിട്ട് വന്നപ്പോൾ ഭൂപരിഷ്കരണം നടപ്പാക്കി. ഭൂപരിഷ്കരണം ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ കേരളം ഉണ്ടായത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. 2, 57 കേരള സർക്കാരാണ് വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നത്. ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമെന്ന് കർണാടകത്തിലെ 2 മന്ത്രിമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് പോയി. അതെന്തുകൊണ്ടാണ്? അത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മേന്മയാണ്. അതിന്റെ ഒരു ഭാഗം ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് പതിച്ചു കൊടുക്കാൻ സൗകര്യപ്പെടുകയില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും മികവാർന്ന നില, പണിയെടുക്കുന്നവന് ഏറ്റവും ഉയർന്ന കൂലി. ഞങ്ങൾ ഈ ചുവന്ന കൊടിയും കൊണ്ട് സമരം എല്ലാം നടത്തിയപ്പോഴത്തേക്കും എന്താ പറഞ്ഞത്? ഈ കൂലിയെല്ലാം വാങ്ങിച്ചു കൊടുത്താൽ നാട് വിട്ടുപോകും മുതലാളിമാരല്ല. എന്നിട്ട് മുതലാളിമാരെല്ലാം നാട് വിട്ടുപോയോ? ഇന്ത്യ രാജ്യത്ത് നിക്ഷേപത്തിൽ കേരളം മികച്ച സംസ്ഥാനമായത് എങ്ങനെയാ? ഇതുകൊണ്ടാണ് കേരളം നിക്ഷേപ സൗഹൃദമായത്. അതുകൊണ്ടാണ് കേരളം പട്ടിണിയില്ലാത്ത നാടായി മാറിയത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ നടപ്പാക്കുന്ന ഇടതുപക്ഷ പരിപാടി അല്ലേ? ഇടതുപക്ഷ പരിപാടിയാണ്, പക്ഷെ പരിമിതിയുണ്ട്. അതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ഈ ഗോവിന്ദൻ മാഷ് കോട്ട് ചെയ്ത EMSന്റെ പ്രസ്താവന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അന്ന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് നയങ്ങളല്ല നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു. LDFന്റെ നയം നടപ്പാക്കലല്ല ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരുടെ നയമാണ് നടപ്പാക്കുന്നത്? ഇനി നോക്കൂ, കോൺഗ്രസ് ചോദിക്കുന്നതിന് മറുപടി വേണ്ട, മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് മറുപടി വേണ്ട. നിങ്ങൾ ഈ പറയുന്ന ഭൂപരിഷ്കരണം നടപ്പാക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് CPI. അന്ന് ഒറ്റ പാർട്ടിയായിരുന്നു. അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ പരിപാടി എന്താണ്, LDF നയം നടപ്പാക്കലല്ലേ എന്ന്. അവർക്ക് മറുപടി കൊടുക്കൂ അനിൽകുമാർ. അതിന് ഉത്തരം പറയുന്നത്
PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPI ഉള്ളതിനേക്കാൾ എതിർപ്പ് ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. നിങ്ങൾ അത് കേട്ടിട്ടില്ല. ഈ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്നാണ്. രണ്ടാമത് ഇന്നിപ്പോ സഖാവ് MA അപ്പൊ ശിവൻകുട്ടി പറഞ്ഞത് തെറ്റാണോ ശ്രീ അനിൽകുമാർ? NEP-യിൽ പ്രശ്നമില്ലാന്ന് ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു അതിലൊരു കുഴപ്പമില്ല എന്ന് പറയുന്നു. പാർട്ടി സെക്രട്ടറി, ഈ ഭരണത്തിൽ പങ്കാളിയല്ലാത്ത പാർട്ടി സെക്രട്ടറി പറയുന്നു അല്ല അത് കുഴപ്പമാണെന്ന് പറയുന്നു. ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം? ആര് പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കണം? ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് വിശ്വസിക്കണോ? ശിവൻകുട്ടി പറയുന്നത് വിശ്വസിക്കണം? ആര് പറയുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇതെല്ലാം നിങ്ങൾ ഒരു തവണ ഇവിടെ വിളമ്പിക്കഴിഞ്ഞാലേ എനിക്കൊന്ന് മറുപടി പറയാൻ സൗകര്യം തരണ്ടേ? നിങ്ങൾ ഈ ആവർത്തിച്ച് എന്റെ സംസാരത്തിന് തടസ്സമുണ്ടാക്കുന്നതിന് ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഹൈദരാബാദിൽ ഒരു പരിപാടി പങ്കെടുക്കുന്ന ഞാൻ ഇവിടെ വന്ന് ഓൺലൈനിൽ നിങ്ങളുടെ ഈ സൂമിലിരുന്ന് ഇത് കേട്ടോണ്ടിരിക്കുക. ഒന്നാമത് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. കഷ്ടപ്പെട്ടത് കേട്ട് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പറയാൻ സമ്മതിക്കില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാത്തിനും മറുപടി ഉണ്ടെന്ന്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി നിങ്ങൾ അപമാനിച്ചില്ലേ, MA ബേബി? എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് കേൾപ്പിച്ചപ്പോ എന്താ അദ്ദേഹം പറഞ്ഞെന്താ? കേന്ദ്ര അനിൽകുമാറെ, ഞാനല്ല അപമാനിച്ചത്. നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ മന്ത്രിയും ഒക്കെയാണ് അപമാനിച്ചത്. 16-ാം തീയതി ഒപ്പിട്ടിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല 21-ാം തീയതി ആയിട്ടും. നിങ്ങളുടെ ഘടകകക്ഷിയായ CPI അറിഞ്ഞിട്ടില്ല. നിങ്ങളാണ് അപമാനിക്കുന്നത്, അല്ലാതെ ഞങ്ങളല്ല. അല്ലല്ല, താലിബാനുകളുടെ സ്ഥിരം തൊഴിലായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. നിങ്ങൾ അവമാനിച്ചോളൂ. നിങ്ങൾ ആരെയും താലിബാനുകളിൽ വിളിക്കുന്നത്? അതങ്ങ് AKG സെന്ററിൽ വെച്ചാൽ മതി അനിൽകുമാർ. ആ സൈസ് ചാപ്പയൊക്കെ നിങ്ങൾ AKG സെന്ററിൽ കൊണ്ട് വെച്ചാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞു അനിൽകുമാർ. നിങ്ങളുടെ ചാപ്പയുടെ ഒന്നും ഇനി ഏക്കില്ല അനിൽകുമാർ, കേട്ടോ? താലിബാനി എന്നൊക്കെ AKG സെന്ററിൽ പോയി വിളിച്ചാൽ മതി. അത് അവിടെ പോയി വിളിച്ചാൽ മതി. ആ കാലം കഴിഞ്ഞു അനിൽകുമാർ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ചാപ്പയടിക്കുന്ന കാലം കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു. അതെ, ഉത്തരം മുട്ടുമ്പോ ചാപ്പയടിക്കുന്ന ആ കാലം കഴിഞ്ഞു. അതൊക്കെ ഇനി AKG സെന്ററിൽ. ഈ താലിബാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയ S ജയശങ്കറെയോ മോദിയെ നിങ്ങൾ താലിബാനി എന്ന് വിളിക്കില്ല. നിങ്ങളോട് ചോദ്യം ഉന്നയിക്കുന്നതിന് ഞങ്ങൾ ചാപ്പയടിക്കും. ആ കാലം കഴിഞ്ഞു. ഇസ്ലാമോഫോബിയ വിളമ്പി ചാപ്പയടിച്ചുള്ള കാലം കഴിഞ്ഞു നിൽക്കുമാർ. നിങ്ങൾ എക്സ്പോസ്ഡ് ആയി. ഇയാളെ പോലെ ഇസ്ലാം ചർച്ചയിൽ നിങ്ങൾക്ക് എന്താ മടി? ഇയാളെ പോലെ ഇസ്ലാം ഫോമുകളെ നിങ്ങൾ ചർച്ചയിൽ പുറത്താക്കുന്നേ? അനിൽകുമാർ എന്തിനും പറയാനുണ്ടോ? അല്ല അനിൽകുമാർ, ഈ ചാപ്പയടി എല്ലാവരും പറയാനുണ്ടോ? ഒളിച്ചും പാത്തും പോയി ഒപ്പിട്ടതിന് എന്തെങ്കിലും ന്യായം ഉണ്ടോ? അത് പറയൂ. ചാപ്പയടിക്കാതെ. പാർട്ടി സെക്രട്ടറി MA സഖാവ് പറഞ്ഞത് എന്താണ്? ഞങ്ങള് കേന്ദ്ര സർക്കാരുമായി എൻഗേജ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു, കേട്ടോ? അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് എന്ത് ചർച്ച ചെയ്യുന്നത് ഈ നയം ഇവിടെ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ചെറുത്തിട്ടുണ്ട്. ആ ചെറുത്തതിന് തുടർച്ചയായിട്ട് ഈ മേഖലയിൽ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും, നടപ്പാക്കുകയില്ല. ചർച്ച ചെയ്യാൻ വേണ്ടിയാണോ തലയിൽ മുന്നിട്ട് പോയി ഒപ്പിട്ടത് അനിൽകുമാർ? നിങ്ങൾ ഈ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടിട്ട് പിന്നെ എന്ത് ചർച്ച ചെയ്യാനാണ്? ആരോട് ചർച്ച ചെയ്യാനാണ്? നിങ്ങൾ ആരോടാ ചർച്ച ചെയ്യുന്നത്? ആ ചർച്ച ചെയ്യേണ്ട ക്യാബിനറ്റിൽ നിങ്ങൾ CPI മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തിയില്ലേ? പിന്നെ ആരോടെ നിങ്ങൾ ചർച്ച? നിങ്ങൾ RSSന്റെ അടുത്ത് ചർച്ചയ്ക്ക് തല മുണ്ടിട്ട് പോയി. അല്ല, ഈ ഒപ്പിടാൻ പോയത് പിന്നെ ആരോട് പറഞ്ഞിട്ടാണ്? നിങ്ങൾ CPM-ന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു. നിങ്ങൾ CPM-ന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തെ അപഹാസ്യനാക്കില്ലേ? നിങ്ങൾ അദ്ദേഹത്തെ ഇരുട്ട് നിർത്തിയില്ലേ? എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ചാപ്പയടിക്കുന്നു. RSSന്റെ അടുത്ത് തലയും മുണ്ടിട്ട് പോയത് ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞങ്ങളാരുമല്ല. ഈ ഒപ്പിടാൻ പോയതാരാണ്? ഈ MOU-യിൽ ഒപ്പിടാൻ പോയതാരാണ് ശ്രീ അനിൽകുമാർ? നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞോ? അത് നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിഞ്ഞോ ഒപ്പിട്ടത്? 10-ാം തീയതി മോദിയെയും അമിത്ഷായും കാണാൻ പോകുന്നു പിണറായി വിജയൻ. 16-ാം തീയതി ഒപ്പിട്ടത് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ്? അത് അറിയാനുള്ള ബാധ്യതയുണ്ട്. ജമാഅത്തുകാർ RS-മായി ചർച്ച ചെയ്തെങ്കിൽ അവരോട് ചോദിക്കൂ. ഞങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളോട് നിങ്ങൾ മറുപടി പറയണം. വോട്ട് ചെയ്ത അധികാരത്തിലേറിയ ജനങ്ങളോട് മറുപടി പറയണം. 10-ാം തീയതി മോദിയെയും അമിത്ഷായും കാണാൻ പോകുന്നു, 16-ാം തീയതി ഒപ്പിടുന്നു. നിങ്ങൾ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത് എന്തിനാണ്? അതെ, അത് തന്നെയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയാണ് RSS-മായി തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത്. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വെളിപ്പെടുത്തിയിട്ടില്ല. അത് അവരോട് പോയി ചോദിക്കേ. നിങ്ങൾ ഇതിന് മറുപടി പറ. നിങ്ങൾ ഈ നാടിന്റെ വിദ്യാഭ്യാസത്തെ വിഷം കലക്കി കാവ്യവൽക്കരിക്കാനുള്ള ഒരു ആധാരത്തിന് കീഴിൽ ഒപ്പിട്ടത്, തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത്, നിങ്ങൾ ജനറൽ സെക്രട്ടറി ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ടത് എന്തിനാണ്? ആരോട് പറഞ്ഞിട്ട്? ഒന്ന്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാതിരിക്കാനുള്ള യുദ്ധത്തിനകത്ത് ഞങ്ങൾ വിജയിച്ചവരാണ് സർവകലാശാലകളിൽ. ആ യുദ്ധം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് പിന്തുണ നൽകുകയായിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയും. ഇവിടുത്തെ RSS-ന് പിന്തുണ കൊടുക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ളവർ ചെയ്തത്. ഞങ്ങൾക്ക് നല്ല വെളിവുണ്ട് അക്കാര്യത്തിൽ.
ഞങ്ങൾ യുദ്ധം നടത്തിയപ്പോഴെല്ലാം അല്ലല്ല, ഗവർണർ കൂടെ ശ്രീ നിൽക്കുകയായിരുന്നു ശ്രീ വി ആർ ഇവിടുത്തെ അനുഭവ് ഈ മാധ്യമങ്ങൾ ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇവർ യുദ്ധം ചെയ്ത് PM ഉഷ പദ്ധതി ഒപ്പിട്ടു, അത് നടപ്പാക്കി കഴിഞ്ഞു. ആ യുദ്ധത്തിൽ പ്രതിപക്ഷം അവരോടൊപ്പം നിന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് ഒളിച്ചൊപ്പിട്ട് കളയാമെന്നാണ് വി ആർ അനുഭവ്. അങ്ങനെയാണോ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലയ്ക്ക് യുദ്ധം ചെയ്യാൻ അറിയാം. വി ആർ അനുഭവ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലയ്ക്ക് യുദ്ധം ചെയ്യാൻ അറിയാം. അല്ല, പുരുഷന്റെ യുദ്ധം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇത്രയും നാൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന യുദ്ധം എന്താണെന്ന് ഇവിടെ നിങ്ങൾ എക്സ്പോസ്ഡ് ആയി അനിൽകുമാർ. വി ആർ അനൂപ്, ഇത് യഥാർത്ഥത്തിൽ യുദ്ധമായിരുന്നോ? വി ആർ അനൂപ്, സെനറ്റിലും സിൻഡിക്കേറ്റിലും ആളെ കേട്ടത് എങ്ങനെയാ? ശരി അനൂപ്, ശരി അനിൽകുമാർ പ്ലീസ്. ശ്രീ വി ആർ അനൂപ്, ഇത്രയും നാൾ മോദിക്കെതിരെ കാവ്യവൽക്കരണത്തിനെതിരെ CPM നടത്തിക്കൊണ്ടിരുന്ന യുദ്ധമായിരുന്നോ? അതേ ഭാഷയിലാണ് അനിൽകുമാർ സംസാരിക്കുന്നത്. ഇവർ PMCയിലല്ല RSSുമായി എന്ത് കരാറിൽ ഒപ്പിടുന്നേ? RSSന്റെ അതേ ഭാഷയിലാണ് അനിൽകുമാർ സംസാരിക്കുന്നത്. താലിബാനി എന്നൊരു ചർച്ചക്കിടയിൽ വിളിക്കുക എന്തിന്റെ അടിസ്ഥാനത്തിലാ? RSSന്റെ അതേ ഭാഷയാണ് അനിൽകുമാർ വിളിക്കുന്നത്. അനിൽകുമാറിനെ പോലുള്ള ആളുകളുടെ പാർട്ടി PMCയിൽ ഒപ്പിടുന്നതിൽ എന്താണ് അതിൽ ചർച്ച ചെയ്യേണ്ടത്? ഈ ചർച്ചയിൽ തന്നെ വ്യക്തമായില്ലേ, RSS മനസ്സുള്ള അനിൽകുമാറുമാരുള്ള ഒരു പാർട്ടി PMCയിൽ ഒപ്പിടുന്നതിൽ എന്താ ചർച്ച ചെയ്യാനുള്ളത്? ചർച്ച എക്സ്പോസ്ഡ് ആയിന്നേ. ചർച്ചക്കകത്ത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായില്ലേ? ഇപ്പോ ഇവിടെ ഒരു ചർച്ചക്കിടയിൽ താലിബാനി എന്ന് വിളിക്കുക. ഇയാളെ പോലുള്ള ആളുകളുടെ പാർട്ടി ഒപ്പിടുന്നതിൽ എന്താ പ്രത്യേകത? PMCയിലല്ല, നാളെ ഇതിലും വലിയ കരാറുകളിൽ ഇവർ ഒപ്പിടും. ശരി, ദാമോദർ പ്രസാദ്, അതായത് ഉത്തരം മുട്ടുമ്പോൾ പണ്ടൊക്കെ കൊഞ്ഞനം കുത്തുകയായിരുന്നു, ഇപ്പോൾ താലിബാനി എന്ന് വിളിക്കുകയാണ്. അത് ഒരു പൊതു ചർച്ചയിൽ വന്നിരുന്നത്. ഉളുപ്പുമില്ലാതായോ CPM-മാർക്ക്? ഇന്ന് 57 ഹിന്ദു എന്ന പേരുണ്ടായെന്ന് പോസ്റ്റിട്ട ആളാണ് KL കുമാർ. ഇന്ന് RSSനെതിരെ ആ ആള് ഇടദോഷക്കാരൻ. അതൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ഒരാൾ അഭിസംബോധന ചെയ്യാൻ പേര് നോക്കിയിട്ട് താലിബാനി വിളിക്കുന്നത് വളരെ മോശമാണ്, ഖേദകരമാണ്. അതൊരു ഇടദോഷ രാഷ്ട്രീയത്തിൻ്റെ ധാരണയിൽ നിന്ന് വരുന്നതല്ല എന്നുള്ളത് പറയാതിരിക്കുന്ന നിവർത്തില്ല. വളരെ ഖേദകരമാണ്. കാര്യം അദ്ദേഹത്തിന് നിലപാടുണ്ട്. ഞാൻ പറയുന്നത് പോസ്റ്റ് അങ്ങനെ ആൾ എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് വളരെ സങ്കീർണമായൊരു മാനസികാവസ്ഥ കേരളത്തിലുണ്ടെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി, പൊതുവിദ്യാഭ്യാസ മന്ത്രി NEP എൻഡോഴ്സ് ചെയ്യുകയാണ്. നിങ്ങൾ ആ വീഡിയോ ഫുൾ കാണണം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്, ഞാനിപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹം ഹൈദരാബാദിലാണ്. ആ പത്രസമ്മേളനം ചിലപ്പോൾ അദ്ദേഹത്തിന് തിരക്കിൽ, ഇന്ന് ഇപ്പോൾ അവിടെ സമ്മേളനമൊക്കെ തിരക്കിൽ കാണാൻ പറ്റും. അദ്ദേഹം കാണണം. കാണുമ്പോൾ മനസ്സിലാവും NEPയെ എൻഡോഴ്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. NEP താൻ തെറ്റ് തിരുത്തുന്നു എന്നാണ്. നിങ്ങളും തിരുത്തണമെന്നല്ലേ പത്രക്കാരോട് അങ്ങനെ പറയുകയും ചെയ്തു. അതിന് തൊട്ട് മുമ്പ് ഗോവിന്ദ മാഷ് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഇടതുപക്ഷം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിക്കുക, ഇടതുപക്ഷം നയം നടപ്പാക്കുന്ന സർക്കാരല്ല എന്നാണ്. ഇപ്പോൾ എന്ത് നയമാണ് നടപ്പാക്കുന്നത്? പിന്നെ ഏത് നയം? RSSന്റെ നയമാണ് നടപ്പാക്കുന്നത്, അതോ ഇനി കുറേ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞാണ് നടപ്പാക്കുന്നത്? അപ്പോൾ ഇതിൽ തന്നെ വ്യക്തതയില്ലാണ്ട്. ഏറ്റവും ഗുരുതരമായ പ്രശ്നം CPIയുടെ സെക്രട്ടറി ഉന്നയിച്ച് തന്നെയാണ്. അതിന് ഒരു അനിൽകുമാർ നല്ല വിദഗ്ധനായ ചർച്ചാ വിദഗ്ധനായതുകൊണ്ടാണ് അദ്ദേഹം ഐദാര്യത്തിലേക്കും അതുപോലെ നേരത്തെ വൈദ്യുതിയുടെ പ്രശ്നത്തിലേക്കെല്ലാം പോയി ചർച്ച വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചില നല്ല സ്ഥലത്ത് കൊണ്ട് ഗോൾ പോസ്റ്റ് വെച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കാം. ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. കാര്യം അതിൻ്റെ കുറേ നേട്ടങ്ങൾ, 57 ഗവൺമെൻറ് നേട്ടമൊക്കെ പറഞ്ഞാൽ നേട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ പറയും. പക്ഷേ നമ്മൾ ഇവിടെ മൂർത്തമായ പ്രശ്നം ഇന്ന് CPI ഉന്നയിച്ച പ്രശ്നമാണ്. CPI സെക്രട്ടറി വീണ്ടും ഉന്നയിച്ച കാര്യം ഞാൻ ആവർത്തിക്കും. ഇടതുപക്ഷ ക്യാരക്ടർ ഇല്ലാത്ത തീരുമാനം, ഇടതുപക്ഷ സ്വഭാവമില്ലാത്ത തീരുമാനം, അത് അദ്ദേഹം പറഞ്ഞതാണ്. 2 ജനാധിപത്യമില്ല ഈ സർക്കാരിന്, ജനാധിപത്യമില്ല. കാര്യം തങ്ങളെ ഇരുട്ട് നിർത്തിയാണ് എന്ന് വെച്ചാൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം, കൂട്ടുത്തരവാദിത്തം സാധനം തകർക്കപ്പെട്ട് കഴിഞ്ഞു. സത്യത്തിൽ CPI അടുത്ത സ്റ്റെപ്പ് എടുക്കാത്തതിന് കാരണം അവർക്ക് പ്രായോഗികമായിട്ട് ആലോചിക്കണം. അവരുടെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടൊരു കാര്യം, ഈ കൂട്ടുത്തരവാദിത്തം വിളിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു സംവിധാനം തകർക്കപ്പെട്ടിരിക്കുന്ന കാര്യം ഈ മന്ത്രിമാർ ആരും പറഞ്ഞില്ലെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ടു. അന്ന് അവരവൻ തീരുമാനമായി കാണണം. ആ തീരുമാനം ഭൂരിപക്ഷ വിദ്യാഭ്യാസ മന്ത്രിയോട് അറിയിച്ചിട്ടുണ്ടാവും. വിദ്യാഭ്യാസ നിർദ്ദേശപ്രകാരം ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പോയി ഒപ്പിട്ടുണ്ടായിരിക്കണം. പാർട്ടി അറിഞ്ഞിട്ടില്ല, പാർട്ടി ലീഡർഷിപ്പ് അറിഞ്ഞിട്ടില്ല, കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി അറിഞ്ഞിട്ടില്ല, അവരാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു ദുരന്തം. ഒരു വലിയ കേരളത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിന്, കേരളത്തിലെ ഭരണഘടനാ സംവിധാനം, കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനത്തിന് വളരെ നാണക്കെട്ട സംവിധാനമാണ്. അത് ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഭരണഘടനാ സംവിധാനം ഒരു തരത്തിലും നമുക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരെ തീർച്ചയായിട്ടും CPI പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. നിങ്ങൾക്ക് CPI പറഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ മുന്നണിക്കകത്തുള്ള കാരണമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ആ മര്യാദകേട് എന്നുള്ളത് ജനാധിപത്യപര മര്യാദകേട്, അതെന്തുകൊണ്ട് നമ്മൾ കാണാതിരിക്കുന്നത്? ഇന്നത്തെ 3 പത്രസമ്മേളനം നമ്മൾ വിശദമായി കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു നേരത്തെ പറഞ്ഞ കാര്യം, ആ അൺയൂഷ്വൽ ഹേസ്റ്റ്, അസ്വാഭാവികമായ ഹേസ്റ്റ്, അത് ആവർത്തിച്ച കാര്യമാണ്. ഇന്ന് ഒരു തവണയല്ല, പല തവണയും ബിനോയ് വിശ്വ ആവർത്തിച്ച പ്രയോഗമാണ് അൺയൂഷ്വൽ ഹേസ്റ്റ്, അസ്വാഭാവികമായ തിടുക്കം. അതെന്താണെന്നാണ് അദ്ദേഹം അതിന് ധ്വനിപ്പിക്കുന്നുണ്ട്. പലരും അസ്വാഭാവികമായ എന്തോ ഒരു കാര്യം കത്തുന്നുണ്ട്. സംതിങ് ഈസ് റോട്ട് എന്ന് പറഞ്ഞില്ല, സംതിങ് ഈസ് പ്രോബ്ലമാറ്റിക്, എന്തോ അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു. സംതിങ് എന്ന് വാക്ക് ഉപയോഗിച്ചൊരു സെൻറ്റൻസ് പൂർത്തീകരിച്ച് എനിക്ക് എങ്ങനെ ഓർമ്മയില്ല. പക്ഷേ എന്തോ പ്രശ്നം അതിൻ്റെ അകത്തുണ്ട് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ പത്രസമ്മേളനം കണ്ടു നോക്കൂ. ആ പത്രസമ്മേളനത്തിൽ അത് ആരാ പറയുന്നത്?
കേരളത്തിലെ ഒരു ഘടകകക്ഷി നേതാവല്ല, CPI സംസ്ഥാന സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട, കേരളത്തിന് പുറത്ത് പോയാൽ ബീഹാറിൽ പോയ CPI-നെക്കാട്ടും വലിയ പാർട്ടി CPI നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യയിൽ ആ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയാണ് അൺയൂഷ്വൽ ഹേസ്റ്റ്. ആ അൺയൂഷ്വൽ ഹേസ്റ്റ് എന്തായിരുന്നു അവർക്ക് പോലും അറിയില്ല. ആ അൺയൂഷ്വൽ ഹേസ്റ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ തീരുമാനമായിരുന്നു, നമുക്കറിയില്ല. അത് വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കാര്യം ആരും അറിയാതെ അത് ചോദിച്ചതിനാണ് താലിബാനി എന്ന് അനിൽകുമാർ കൈവൊക്കിയിരുന്നു. എന്താണ് കാര്യം? അല്ല, ഞങ്ങള് താലിബാനെ മാത്രം എതിർക്കുന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങൾ ആരെ എതിർക്കണ്ടേ? നിങ്ങൾ എതിർക്കുന്നതൊക്കെ ഇവിടെ എക്സ്പോസ്ഡ് ആയി. നിങ്ങൾ ഇത്രയും നാൾ നടത്തിയ യുദ്ധം എന്താണെന്ന് ഇവിടെ എക്സ്പോസ്ഡ് ആയി. 10-ാം തീയതി മോദിയെ കാണാൻ പോകുന്നു, 16-ാം തീയതി പോയി തലയിൽ മുട്ടിട്ട് ഒപ്പിടുന്നു, എന്നിട്ട് അത് നിങ്ങൾ CPI-കാരിൽ നിന്ന് മറച്ചു വെക്കുന്നു, നിങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കുന്നു. നിങ്ങളുടെ യുദ്ധം എക്സ്പോസ്ഡ് ആയി. ഇനി പുരുഷന്റെ പോരാട്ടം എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. അനിൽകുമാർ, അത്രേ ഉള്ളൂ. നിങ്ങൾ താലിബാനെ എതിർക്കും, RSനെ എതിർക്കും, എന്തും ചെയ്തോ, അതൊക്കെ എക്സ്പോസ്ഡ് ആയി എന്നേ പറയാനുള്ളൂ. വളരെ നന്ദി ശ്രീ അനിൽകുമാർ, ദാമോദർ പ്രസാദ്, ജോബിൻ.